ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പമാണ്. അതായത് അരിപ്പൊടിയോ അതല്ലെങ്കിൽ അരിയോ കുതിർത്ത് വെക്കാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു അപ്പം ഇൻസ്റ്റൻ്റായി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് ഈ ഒരു ബൗളിലേക്ക് നമ്മളൊരു 1.5 കപ്പോളം പശുവിൻ പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാല് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒത്തിരി തിളപ്പിച്ചിട്ട് നല്ല ചൂടാക്കിയിട്ട് എടുക്കണം എന്നല്ല, ഇങ്ങനെ ഒരു ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ള പാല് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ നമ്മൾ ചൂടുള്ള പാൽ ഒഴിച്ച് കഴിയുമ്പം ഈ ഒരു ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷൻ കുറച്ച് എളുപ്പത്തിലാക്കും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. അതും നമ്മൾ ഈ ഒരു ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷൻ ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ ഷുഗറും കൂടെ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് ഒട്ടും ടൈമില്ലെങ്കിൽ പോലും ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇത് ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതുപോലുള്ളൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. ഇതൊരു 2 കപ്പ് ഉണ്ട്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ 250 ml, അതിന് 2 കപ്പ് റവയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് റവയിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഒരു അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് പൗഡറൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. പക്ഷേ വല്ലപ്പോഴും നമുക്കിങ്ങനെ അരി കുതിർത്ത് വെക്കാൻ മറന്നു പോകുന്ന ടൈമിലൊക്കെ മാത്രം ട്രൈ ചെയ്യാവുന്ന ഒരു അപ്പമാണിത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെയും ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പാലിലാണ് നമ്മൾ ഈ ഒരു ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിക്കുള്ളൊരു ബാറ്ററായിട്ടായിരിക്കും ഇരിക്കുക. നമുക്ക് സാധാരണ ഒരു അപ്പത്തിന് പാനിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നൊരു പരുവത്തിലൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക. ആദ്യം നമുക്കൊരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു 1.5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ആ ഒരു പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കട്ടിയൊന്നും കളയാണ്ട്, അതായത് ഒത്തിരി അങ്ങോട്ട് സ്പീഡിൽ മിക്സ് ചെയ്യാണ്ട് വളരെ പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് പാനിൽ ഒഴിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ പതിയെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ വീഡിയോൻ്റെ ആ ഒരു സ്പീഡൊന്ന് കൂട്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് നമ്മളിപ്പോൾ സാധാരണ ഇഡ്ഡലിയുടെ ഒരു ബാറ്ററും ദോശയുടെ ബാറ്ററും തമ്മിൽ ആ ഒരു തിക്നെസ്സിൽ വ്യത്യാസം വരാറില്ലേ? ഇഡ്ഡലിക്ക് നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കുക. ദോശയൊക്കെ ആകുമ്പോൾ ഇത്തിരി ലൂസാക്കില്ലേ, ആ ഒരു പരുവത്തിന് ആക്കിയിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിൽ നിന്നും ഒരു തവി ബാറ്റർ എടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് ചെയ്യുന്ന പോലെ ഒത്തിരി വലുതായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു കുമിളകൾ വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഈ ഒരു അപ്പം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു അപ്പത്തിനൊക്കെ നന്നായിട്ട് ആ ഹോൾ വന്നിട്ടില്ലേ? നമ്മുടെ ബാറ്റർ നന്നായിട്ട് വന്നാലാണ് ഇതുപോലെ ഹോൾ എടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും കുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടും കൊടുക്കാം. ഇതിപ്പം ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ആവുന്നൊന്നുമില്ല. നമുക്ക് എണ്ണ തടവി കൊടുത്തിട്ടൊന്നും വേണ്ട ദോശ ചുട്ടെടുക്കാൻ. അതല്ലാതെ ഉള്ള ഒരു ചട്ടിയിലാണ് നിങ്ങൾ ചുട്ടെടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ
ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണിത്. നമുക്കിപ്പം അരിയൊന്നും കുതിർത്ത് വെക്കാൻ മറന്നു പോകുന്ന സമയത്തോ അതിലിപ്പം അരിപ്പൊടി കയ്യിലില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ കൂടെ ആണെങ്കിലും അതുപോലെ മുട്ടക്കറിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക്